ഫ്രണ്ട്സ്, ഞാനിന്ന് പാലാ ജൂബിലിക്ക് വന്നതായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള വെച്ചുവാണികളും കാർണിവലും എല്ലാം നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിനു മുന്നേ പാലാ ജൂബിലിക്ക് വന്നവരുണ്ടോ? ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുമോ? അപ്പം ഞാനും എൻ്റെ അനിയനും എൻ്റെ കസിൻ ചേച്ചിയും കൂടിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഞങ്ങളിനി നേരെ വെച്ചുവാണികളിലേക്ക് പോവുകയാണ് കേട്ടോ. വഴി നീളെ വെച്ചുവാണികൾ മാത്രമാണുള്ളത്. എത്ര കണ്ടാലും തീരാത്ത വിധമുള്ള വെച്ചുവാണികൾ. അങ്ങനെ വെച്ചുവാണി കണ്ടു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളൊരു ഐസ്ക്രീം വണ്ടി കണ്ടു. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാമെന്ന് വെച്ചു. ആദ്യം ഞങ്ങൾ മാംഗോ സെലക്ട് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ അനിയന് മാംഗോയോട് വലിയ താല്പര്യമൊന്നുമില്ല. ലാസ്റ്റ് ഞങ്ങൾ 3 ചോക്ലേറ്റ് കോൺ ഐസ്ക്രീം വാങ്ങിച്ചു. ഐസ്ക്രീമൊക്കെ കഴിച്ച് രസിച്ച് ഉല്ലസിച്ച് നിൽക്കുമ്പോഴാണ് അപ്പുവിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ വെച്ചുവാണിക്കാരൻ കളിപ്പാട്ടങ്ങൾ കൊണ്ട് ആകർഷിക്കാൻ ശ്രമിച്ചത്. എന്തോ അപ്പു അതിൽ വീണു പോവുകയും ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഈ തോക്ക് സെലക്ട് ആക്കി. ഞങ്ങളങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് രസിച്ച് നിൽക്കുകയാണ് ഗൈസ്. ഗൈസ്, കമ്മലിൻ്റെ മേളയാണിവിടെ. ഇതെല്ലാം കണ്ടിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകുന്നുണ്ട്. എനിക്കെല്ലാം വാങ്ങിക്കാൻ തോന്നുന്നുണ്ട്. ഇനിയും കമ്മൽ വാരിക്കൂട്ടിയാൽ എന്നെ വീട്ടിൽ കയറ്റൂല. അതുകൊണ്ട് ഇതെല്ലാം കണ്ട് കൊത്തി വിട്ട് നിൽക്കാം. അത് മാത്രമേ ഇനി നിവർത്തിയുള്ളൂ. ഗൈസ്, ഇനി നമ്മൾ റൈഡുകളിലേക്കാണ് പോകുന്നത്. റൈഡുകളുടെ കൂട്ടമാണ് ഇവിടെ. ഞങ്ങൾ ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ കൗണ്ടറിൽ ആരുമില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പുതോ ദേ ഇതിലങ്ങ് കയറി. 50 രൂപയായിട്ടോ ഇതിൽ കയറുന്നതിന്. അപ്പം ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും എൻജോയ് ചെയ്തെന്ന് യാത്ര ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കൗണ്ടറിൽ ആൾ വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമിൽ ഞങ്ങൾ ഒരു ഫ്രഷ് ലൈം കുടിക്കാനാണെന്ന് പറഞ്ഞു പോന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് ചെറുതായൊരു പണി കിട്ടി. ചെറുതായൊന്ന് വഴി തെറ്റിപ്പോയി. ആരും അറിയണ്ട എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങി. പിന്നീട് ഞങ്ങൾ അടുത്ത റൈഡുകളിൽ കയറാനാണ് പോയത്. അടുത്തതായിട്ട് ഞങ്ങൾ ഈ സാധനത്തിലാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കയറാൻ ഭയങ്കര എക്സൈറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ അതിൽ കയറി ഇറങ്ങി ഗൈസ്. ഒരു യുദ്ധം കഴിഞ്ഞ ഫീലാണ്. ജീവനുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതിന് മുന്നേ ആൾ ഭയങ്കര സന്തോഷത്തിലാണെങ്കിലും കയറിക്കഴിഞ്ഞ ഇതാണ് അവസ്ഥ. ഇനി ഞങ്ങളുടെ അടുത്ത റൈഡ് എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. നിങ്ങളിതിനു മുന്നേ ഇതിൽ കയറിയിട്ടുണ്ടോ? ഇനി ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാൻ പോവാം. വെറും പട്ടിഷോ ആണ് കേട്ടോ, ആരും മൈൻഡാക്കണ്ട. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. എന്തായാലും ഇത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചെറുതായിട്ടൊരു പേടിയൊക്കെ തോന്നും, എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളായിരുന്നു കേട്ടോ ആദ്യം ഇതിൽ കയറിയിരിക്കുന്നത്. ചെറിയൊരു പേടി മാത്രമേ തോന്നത്തുള്ളൂ. ഞാനിതിൽ ആദ്യമായിട്ടായിരുന്നു കയറുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് കാണാനും ഉണ്ട്. അനിയൻ ഇതിൽ കയറിയപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. ആകാശത്തോണിയിൽ ഞാൻ ഇതിന് മുന്നേ കയറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആകാശഊഞ്ഞാലിൽ ഇതുവരെ കയറിയിട്ടില്ല. അതിലാണ് ഞങ്ങളിനി കയറാൻ പോകുന്നത്. ചേച്ചി ഇതിൽ മുന്നേ കയറിയിട്ടുണ്ട്, എങ്കിലും ചേച്ചിക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞു. എങ്കിലും ഞങ്ങൾ ധൈര്യം സംഭരിച്ച് ഞങ്ങൾ കയറി. അങ്ങനെ ഗൈസ്, ഞങ്ങളുടെ കറക്കമെല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഇറങ്ങുകയാണ്. സത്യം പറയാലോ, ചേച്ചി ഇതിൻ്റെ അകത്തിരുന്ന് ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരുമായിരുന്നു. ചേച്ചി പറഞ്ഞത് നമ്മൾ 3 പേരും കണ്ണടച്ചിരിക്കുക, നമ്മളിപ്പോൾ സ്വപ്നം കാണാൻ പോവുകയാണ്, നമ്മൾ സ്പൈഡർമാനാണ്, സൂപ്പർമാനാണ്, അങ്ങനെ ഇങ്ങനെയാണ്, നമ്മളെ കൊല്ലാൻ വേണ്ടി എനിമീസ് വരും, അവരെ കൊല്ലണം, മലയുണ്ട്, മലയിലോട്ട് ചാടണം, പറക്കണം എന്നൊക്കെ പറഞ്ഞ് കഥ പറഞ്ഞിരിക്കുകയായിരുന്നു ഞങ്ങൾ. ഇത് അനിയനെ കരയിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ പറഞ്ഞത്. എങ്കിലും ഉള്ളിൽ നല്ല ഭയം ഉണ്ടായിരുന്നു. ഇനി ഇവിടെ ഉണ്ടായിരുന്ന റൈഡ്സ് എന്തൊക്കെയായിരുന്നു എന്ന് ഞാൻ കാണിച്ചു തരാം. കിഡ്സിന് കളിക്കാൻ പറ്റിയ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. ലെഫ്റ്റും റൈറ്റുമായി എവിടെ നോക്കിയാലും വെച്ചുവാണികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പോകാൻ നിന്ന
ചെണ്ടമേളം കണ്ടത്. പിന്നെ കുറച്ച് നേരം അതം കണ്ടു നിന്നു. റൈഡ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ പോവുകയാണ്. ഇനി പെറ്റ്സിൻ്റെ ഒക്കെ കുറേ സംഭവമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്കൊന്നും പോകാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.